ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡ് ഇൻകം ടാക്സ് റെയ്ഡ് ആണ് അല്ലേ? നമ്മുടെ ഫിലിംസിലും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുന്നൊരു വേർഡ് ഇൻകം ടാക്സ് റെയ്ഡ് ആണ് അല്ലേ? പക്ഷെ അത് മാത്രമല്ല, നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ് എന്നുള്ള നിലയിൽ, അതിലുപരിയായിട്ടൊരു കൊമേഴ്സ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് എന്താണെന്നും അത് ആരാണ് കൊടുക്കേണ്ടത്, ആർക്കാണത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത്, അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ സ്ലാബ് റേറ്റ്സ് എത്രയാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ടാക്സ് ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ്. അതിനായി നമുക്ക് ഇൻകം ടാക്സിന്റെ ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ഇൻകം ടാക്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ടാക്സ് എന്താണെന്ന് അറിയണം അല്ലേ? വാട്ട് ഈസ് മീൻ ബൈ ടാക്സ്? ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് റവന്യൂ. നമ്മുടെ ഗവൺമെന്റിന് ഓരോ പേഴ്സണും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ടാക്സ്. എത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ആണ്? അത് കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്. മസ്റ്റ് ആയിട്ടും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട തുകയാണ് ടാക്സ് എന്ന് വിളിക്കുന്നത്. എന്തിനാണ്? ഗവൺമെന്റിന്റെ വരുമാനം, റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഗവൺമെന്റ് ടാക്സ് വാങ്ങുന്നത്? രണ്ട് തരത്തിലുള്ള ടാക്സ് ഉണ്ട്. ടാക്സ് ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ടാക്സ് ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ടാക്സ് ആയിട്ടും ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും ജനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും ഒരുപാട് ഫെസിലിറ്റീസും ഒരുപാട് ബെനിഫിറ്റ്സും ഗവൺമെന്റ് തരുന്നുണ്ട്. ഇതിനൊക്കെ ഗവൺമെന്റിന് റവന്യൂ വേണം, വരുമാനം വേണം. ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഏറിയ പങ്കും ടാക്സ് ആയിട്ട് ജനങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ടാക്സിന് നമ്മുടെ എക്കണോമിയിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പറഞ്ഞു, there are two types of tax, direct tax and indirect tax. ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ജനങ്ങളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഡയറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ് by the persons on whom it is imposed. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ് ബൈ ദ പേഴ്സൺ ഓൺ whom it is imposed. ആർക്കാണോ ടാക്സ് അടയ്ക്കുന്നതിനുള്ള ലയബിലിറ്റി ഉള്ളത് അവർ തന്നെ നേരിട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, എനിക്ക് കിട്ടുന്ന ഇൻകത്തിന് ഞാൻ തന്നെ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നതാണ് ഇൻകം ടാക്സ് അല്ലേ? അപ്പം ലയബിലിറ്റി, ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി എനിക്കാണ്. അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് ഡയറക്ട്ലി ടാക്സ് പേ ചെയ്യുന്നത് ആണ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ്? കളക്റ്റഡ് ബൈ എൻ ഇന്റർമീഡിയറി ഫ്രം ഓൺ whom economic burden of tax is levied. അതായത് ഇൻഡയറക്റ്റ് ടാക്സ് ഗവൺമെന്റിന് കിട്ടുന്നത് ഒരു ഇന്റർമീഡിയറി കൂടെയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സെയിൽസ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഒരു എക്സാമ്പിളാണ്. എങ്ങനെയാണ് സെയിൽസ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് ആവുന്നത്? നമ്മൾ ഓരോരുത്തരും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് വാങ്ങുമ്പോഴും നമ്മൾ സെയിൽസ് ടാക്സ് കൊടുക്കുന്നുണ്ട്, ഒരു ടാക്സ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരിട്ടാണോ അത് ഗവൺമെന്റിന് കൊടുക്കുന്നത്? അല്ല.
എന്താണ് ചെയ്യുന്നത്? ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ റീറ്റെയിലർക്കാണ് ആ ഒരു ബേർഡൻ വരുന്നത്. ലൈബിലിറ്റി വരുന്നത് ഷോപ്പ് കീപ്പർക്ക്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ സാധനം വാങ്ങുന്നത് ആളാണ് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇന്റർമീഡിയറി കൂടെ പക്ഷെ ടാക്സിന്റെ ബേർഡൻ ആർക്കാണ് വരുന്നത്? ലൈബിലിറ്റി ഷോപ്പ് കീപ്പർക്കാണ്. ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യേണ്ട ലൈബിലിറ്റി ഷോപ്പ് കീപ്പർക്കാണ്. പക്ഷെ ആരാണ് അവിടെ യഥാർത്ഥത്തിൽ ടാക്സ് കൊടുക്കുന്നത്? നമ്മൾ ജനങ്ങളാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സ് ആണ്, അല്ലെ? അപ്പൊ ലൈബിലിറ്റിയും ബേർഡനും രണ്ട് വ്യക്തികളിലാവുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഒരു ഇന്റർമീഡിയറി വഴി എക്കണോമിക് ബേർഡൻ മറ്റൊരാളിലേക്ക് കൊടുക്കുന്ന ടാക്സ് എന്ന് പറയാം. സെയിൽസ് ടാക്സിന്റെ കാര്യത്തിൽ ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ഉള്ളത് ഷോപ്പ് കീപ്പർക്കാണ്, ടാക്സ് കൊടുക്കേണ്ട ബേർഡൻ കൺസ്യൂമേഴ്സിനാണ്. സോ ഇൻസിഡൻസ് ഓഫ് ടാക്സും ലൈബിലിറ്റി ഓഫ് ടാക്സും രണ്ട് പേഴ്സണിലാണ് ഇരിക്കുന്നത്. അത്തരത്തിലുള്ള ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ബട്ട് ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ലൈബിലിറ്റിയും ബേർഡനും ഒരു വ്യക്തിയിൽ തന്നെയാണ്. ഞാൻ തന്നെയാണ് ഇൻകം ടാക്സ്, എൻ്റെ ഇൻകത്തുമ്മ ടാക്സ് അടയ്ക്കാൻ ഞാൻ തന്നെയാണ് ലൈബിൾ ആവുന്നതും ഞാൻ തന്നെ അത് അടയ്ക്കുകയും വേണം. എനിക്കതൊരിക്കലും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നോൺ ട്രാൻസ്ഫറബിൾ ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് നോൺ ട്രാൻസ്ഫറബിൾ ആണ്. നോൺ ട്രാൻസ്ഫറബിൾ ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് ട്രാൻസ്ഫറബിൾ ആണ്. അതായത് എൻ്റെ ലൈബിലിറ്റി എനിക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഒരു ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത് ഓൺലി ആഫ്റ്റർ ഇൻകം റീച്ചസ് അവർ ഹാൻഡ്. നമ്മുടെ കയ്യിലേക്ക് ഇൻകം കിട്ടിയിട്ട് അതിൻ്റെ ഒരു ശതമാനമാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. ബട്ട് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയല്ല. ഇൻകം കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് അടയ്ക്കുന്നുണ്ട്. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു, അല്ലേ? നമ്മൾ ആ സാധനം വാങ്ങിച്ചിട്ട് അതിന്റെ ടാക്സ് ഇത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയല്ലോ. ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്ന അതേ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള വ്യത്യാസം. ഡയറക്റ്റ് ടാക്സ് ഗവൺമെന്റിന് ഡയറക്ട്ലി ലൈബിലിറ്റി ഉള്ള പേഴ്സൺ പേ ചെയ്യുന്നതാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ഇന്റർമീഡിയറി വഴിയാണ് കളക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല ഡയറക്റ്റ് ടാക്സ് നോൺ ട്രാൻസ്ഫറബിൾ ആണ്. അതിന്റെ ലൈബിലിറ്റിയും ബേർഡനും സെയിം വ്യക്തിയിൽ തന്നെയായിരിക്കും, സെയിം ഇൻഡിവിജ്വലിലായിരിക്കും. ലൈബിലിറ്റി ആസ് വെൽ ആസ് ബേർഡൻ ടു പേ ടാക്സ് റിസൈഡ്സ് ഓൺ സെയിം ഇൻഡിവിജ്വൽ എന്ന് പറയാം. ബട്ട് ഇൻഡയറക്റ്റ് ടാക്സിന്റെ കാര്യത്തിൽ ലൈബിലിറ്റി ക്യാൻ ബി ഷിഫ്റ്റഡ് ടു അതേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ സെയിൽസ് ടാക്സ് പറഞ്ഞത്. ഷോപ്പ് കീപ്പർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി tax is paid by shopkeeper, has to pay by shopkeeper, but he shift his tax burden to customers. അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. GST ഇൻഡയറക്റ്റ് ടാക്സിന് ഇപ്പോൾ വലിയൊരു എക്സാമ്പിൾ ആണ്. ഡയറക്റ്റ് ടാക്സിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇൻകം ടാക്സ് തന്നെയാണ്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് മീൻസ് കമ്പനീസ് കൊടുക്കേണ്ട ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. അതുപോലെ തന്നെ വെൽത്ത് ടാക്സ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് വെൽത്ത് ടാക്സ്? നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയിൽ കൊടുക്കേണ്ട ടാക്സ് ആണ് വെൽത്ത് ടാക്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇൻകം ടാക്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഇൻകം ടാക്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ പേഴ്സണും അവരുടെ ഇൻകത്തിനനുസരിച്ചിട്ട് പേ ചെയ്യുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ്. അതൊരു ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറഞ്ഞു. ഓരോ പേഴ്സണും ഗവൺമെന്റിന് ഡയറക്ട്ലി പേ ചെയ്യുന്നതാണ്. സോ വാട്ട് ഈസ് ഇൻകം ടാക്സ്? ഇൻകം ടാക്സ് ഈസ് സിംഗിൾ ആൻഡ് ഡയറക്റ്റ് ടാക്സ് ചാർജ്ഡ് ഓൺ ഇൻകം ഓഫ് എനി പേഴ്സൺ. ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് ചാർജ് ചെയ്യുന്നത് ഓരോ പേഴ്സണിന്റെയും ഓരോ വ്യക്തികളുടെയും ഇൻകത്തുമലാണ്, വരുമാനത്തിലാണ്. ഹിയർ വാട്ട് ഈസ് മീൻ ബൈ പേഴ്സൺ? എനി പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എന്നുള്ള മാത്രമുള്ള അർത്ഥത്തിലല്ല. അത് മേ ബി ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിരിക്കാം,
അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം, ഒരു ലോക്കൽ അതോറിറ്റി വേണമെങ്കിലായിരിക്കാം. അങ്ങനെ ഒരു പേഴ്സണിന് ഒരു വൈഡ് മീനിങ് ആണ് ഇൻകം ടാക്സിലുള്ളത്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇറ്റ്സ് എ ഡയറക്റ്റ് ടാക്സ് ചാർജ്ഡ് ഓൺ ഇൻകം ഓഫ് എനി പേഴ്സൺ. In other words, it's a compulsory contribution charged on person, property or business for support to government. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പേഴ്സണും കമ്പൽസറി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു തുകയായിട്ടും നമുക്ക് ഇൻകം ടാക്സിനെ ഡിഫൈൻ ചെയ്യാം. എന്തിനാണ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമുക്ക് രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഗവൺമെന്റിന് കൊടുക്കുകയാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അങ്ങനെ പറയാം. ഇനി അതല്ല, ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റിസണിന് കൂടുതൽ നല്ല ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് റവന്യൂ വേണം. ഗവൺമെന്റിന്റെ റവന്യൂയുടെ മേജർ പോർഷനോ ടാക്സ് ആയിട്ടാണ് അവർ കളക്ട് ചെയ്യുന്നത്. ടാക്സിന്റെ തന്നെ ഒരു വലിയ പോർഷൻ ഇൻകം ടാക്സ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആണ് ഗവൺമെന്റിന് ഒരു മേജർ റവന്യൂ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ പേഴ്സണും കമ്പൽസറി ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയെയും അങ്ങനെയും നമുക്ക് ഇൻകം ടാക്സിന് ഡിഫൈൻ ചെയ്യാം. അത് മാത്രമല്ല, ഗവൺമെന്റ് എല്ലാവരിൽ നിന്നും ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഗവൺമെന്റ് വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? സ്ലാബ് വെച്ചിട്ടാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. സ്ലാബ് റേറ്റ്സ് ഉണ്ട്. അപ് ടു 2,50,000 വരെ ആനുവൽ ഇൻകം 2,50,000 വരെ ഇൻകം ടാക്സ് കൊടുക്കണ്ട. അത് വളരെ സാധാരണക്കാർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ് ടു 2,50,000 കൊടുക്കണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് സ്ലാബ് തിരിച്ചിട്ടാണ് കണക്ക്. 2,50,000 തൊട്ട് 5 lakh വരെ 5%, അങ്ങനെ സ്ലാബായിട്ട് പോകും. സ്ലാബ് റേറ്റ്സും നമുക്ക് ഇനിയുള്ള ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പേഴ്സണും ടാക്സ് ലയബിലിറ്റി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കും. മേ ബി അതുകൊണ്ടാണ് കൂടുതൽ ടാക്സ് ഇവാഷനൊക്കെ നടക്കുന്നത്. ടാക്സ് ഇവാഷൻസ് നടക്കുന്നതിനുള്ള കാരണം അതാണ്. ഇൻകം കൂടുന്തോറും ടാക്സ് ലയബിലിറ്റി കൂടും. അപ്പോൾ അത് പേ ചെയ്യാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോഴാണ് കണക്കുകളിൽ കള്ളത്തരമൊക്കെ കാണിച്ചാൽ ടാക്സ് ഇവാഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. ഇൻകം കൂടുന്തോറും ടാക്സ് ലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ഡയറക്റ്റ് ടാക്സ്. ഇറ്റ്സ് ചാർജ്ഡ് ഓൺ ഇൻകം ഓഫ് പേഴ്സൺ. ഇറ്റ്സ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഫോർ സപ്പോർട്ട് ടു ഗവൺമെന്റ്. മനസ്സിലായെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, CBDT എന്ന് പറയും. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പെക്സ് ബോഡി. അപ്പെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് CBDT. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് 1963 നിലവിൽ വരുന്നത്. 1963 സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിലെ ഒരു ഭാഗമാണ് CBDT. CBDTയിൽ 6 മെമ്പേഴ്സ് ആണുള്ളത്. ഒരു ചെയർമാനും 6 മെമ്പേഴ്സുമാണ് CBDTയിലെ അംഗങ്ങളായിട്ടുള്ളത്.
Administration of direct tax is vested with CBDT. ഡയറക്റ്റ് ടാക്സിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കുന്നതും അതിന്റെ അഡ്മിനിസ്ട്രേഷനും CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് നടത്തുക. ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഡയറക്റ്റ് ടാക്സുകളുടെയും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് CBDT ആണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവരുടെ പവേഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ആക്ട് അനുസരിച്ചിട്ടുള്ള എല്ലാ റൂൾസുകൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അതർ ഇൻകം ടാക്സ് അതോറിറ്റീസിന് ഇൻകം ടാക്സ് അതോറിറ്റി അടക്കമുള്ള എല്ലാ ഡയറക്റ്റ് ടാക്സ് അതോറിറ്റീസിനും ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഇഷ്യൂ ചെയ്യുന്നത് അവരാണ്. അതുപോലെ തന്നെ എക്സംഷൻ, ഡിഡക്ഷൻ, റീഫണ്ട്, റിലീഫ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴാണ് അത് ക്ലെയിമായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CBDT ആണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് CBDT ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒരു കമ്പനീനെ കമ്പനിയായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പവർ CBDTക്ക് ഉണ്ട് എന്ന് പറയാം. ഓക്കെ. അങ്ങനെ അതുപോലെ തന്നെ എവിടെയാണ് പാൻ കാർഡ്, ഇപ്പം നമ്മുടെ ഒരു ഇതിൽ നോക്കുകയെന്ന് വെച്ചാൽ എവിടെയാണ് പാൻ കാർഡ് ആവശ്യം, അതുപോലെ ടാക്സ് റിട്ടേൺ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CBDT ആണ്. അതായത് ഡയറക്റ്റ് ടാക്സിന്റെ എല്ലാ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസും ചെയ്യുന്നത് CBDT ആണെന്ന് പറയാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ നമ്മുടെ ടാക്സിന്റെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ടാക്സ്. ടാക്സ് ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്. 2 type ഓഫ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ്ലി പേ ചെയ്യുന്നതാണ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഒരു ഇന്റർമീഡിയറി വഴി പേ ചെയ്യുന്നതാണ്. ഇൻകം ടാക്സ് ഈസ് വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് ഇൻകം ടാക്സ് എന്ന് നോക്കി അല്ലെ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സുകളുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ചെയ്യുന്ന ഒരു എപ്പെക്സ് ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അത് 1963 നിലവിൽ വന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ക്ലാസ് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും.